ഹലോ ഒരുപാട് ഇത് സാറയുടെ മൂന്നാമത്തെ ദിവസമാണ്, അതായത് കല്യാണം തലേ ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി, നമ്മളപ്പോൾ എണീറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അവളെ റിലേറ്റീവിൻ്റെ ലഗേജുകൾ. 1 മണിയായിക്കപ്പോൾ സാറിനെ ഒരുക്കാനായിട്ട് വന്ന് സാറയുടെ അടുത്താണ് നമ്മൾ നിന്നത്. പക്ഷെ നമ്മൾ തിരിക്കാൻ സമ്മതിച്ചില്ല, ഇറങ്ങി പോകാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അവരെ മേക്കപ്പ് കണ്ട് പഠിക്കുമെന്ന് വിചാരിച്ചായിരിക്കാം. 4 മണി 4:30 ആയപ്പോഴാണ് സാറ ഇറങ്ങി വന്നത്. നല്ല മേക്കപ്പായിരുന്നു, പക്ഷേ ഇതിനെക്കാട്ടി നല്ല മേക്കപ്പായിരുന്നത് കല്യാണത്തിൻ്റെ ദിവസമായിരുന്നു. നല്ലതായിരുന്നു. 2 ദിവസത്തെ മേക്കപ്പ് ഒരാൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം തലേക്ക് ദിവസം ഇച്ചിരി ബോറായിരുന്നെങ്കിലും കല്യാണത്തിന് നല്ലതായിരുന്നു. പിന്നെ നമ്മളെ ക്ലാസ്സിലെ ബോയ്സൊക്കെ എല്ലാവരും വന്നു. നമ്മളും അവന്മാരും എല്ലാവരും സാറയ്ക്ക് മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് അവന്മാർ വീട്ടിൽ പോയി. ചെറുക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് വേണ്ടി ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അവരും പോയി. നമ്മളെല്ലാവരും ടയേർഡായിരുന്നു, കാശ് നല്ല ടയേർഡായിരുന്നു. കിടന്നാൽ മതിയായിരുന്നു. കിടക്കാൻ പോയ ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു മൈലാഞ്ചി ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ഒന്ന് ഇട്ട് നോക്കണമല്ലോ, എന്നാലും നമ്മളെ കഴിവൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുക്കി, കൊള്ളായിരുന്നു. ഞാൻ ചെറുതിലേ ഞാൻ പെരുന്നാളിനൊക്കെ മൈലാഞ്ചി ഇടുന്നതല്ലാതെ ഞാൻ അതിന് ശേഷം വലുതായതിനു ശേഷം ഇട്ടതേ ഇല്ല. എടുക്കാനായിട്ട് വന്നപ്പോൾ അവളുമാർക്കും കൂടെ ഇടണമായിരുന്നു. എന്ത് ചെയ്യാനാണ്, ഞാൻ പിന്നെ അവളുമാർക്ക് എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെല്ലാവരും ലേറ്റായിട്ടാണ് കിടന്നത്. പക്ഷേ നേരത്തെ കിടന്ന ഒരാളുണ്ട്, ഭാഗ്യ, അവൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അവൾ കിടന്നുറങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഗോപികയും ഗായത്രിയൊക്കെ ഒരു ട്രിപ്പ് ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കുന്നത്. അപ്പം ശരി, ബൈ ബൈ.